അല്ല, ഇവന്റെ അബദ്ധങ്ങള് എനിക്ക് പറ്റാറില്ല. കൊച്ചിന് ഗൈനക്കോളജിസ്റ്റ് കാണിക്കാൻ പോകുന്നുണ്ട്, നീ എല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു സംഭവം. എല്ലാരും അതേപോലെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എല്ലാരും സപ്പോർട്ടുള്ള സെറ്റാണ്. ചുമയുണ്ടോ? ചെറുതായിട്ട്. വെള്ളോ ചായ എന്തെങ്കിലും? ചായ ചായ വിത്തൗട്ട്. അല്ലാതെ ഒരു ചായ വിത്തൗട്ട്. ഹലോ ലത, സുഭാഷിന് ഇപ്പം എന്ന് വെച്ചാല് മേധാവിയാണ് ഇതിന്റെയൊക്കെ. അതായത് ശശിയേട്ടൻ കാലാകാലമായി സെക്രട്ടറി ആയിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം. അതായത് ഇപ്പൊ ഇത് സ്റ്റൂളാണല്ലോ, അത് സെറ്റായിരുന്നു. അത് ഞാൻ അതിന് ഇരുന്ന പൊട്ടി. സംവിധായകൻ സോഫി എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചെങ്കിലും ഗ്രഹപൂജയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോഴും ഉണ്ടോ? അതൊന്നുമില്ലേ, അത് വിടില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കോലിടുന്നുണ്ട് നമ്മുടെ സുഭാഷ്. അച്ഛൻ പോയില്ലേ, ഇനിയിപ്പോ അത് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. രുക്മിണിയമ്മ ഒരു വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ പാർട്ടീഷൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളായിട്ട് മുമ്പോട്ടൊന്നും വരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഒരു സിനിമ റിലീസായി ഭയങ്കര ഹിറ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ ആ സിനിമയുടെ ഓഡിഷന് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളെ അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ സിനിമ കണ്ടപ്പോ നമ്മളൊക്കെ എന്തിനാ അവിടെ പോയിക്കുന്നെ? പട്ടിണിയാവുമല്ലോ ഈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ. അതെ, പട്ടിണിയാവും. അപ്പൊ ഇനിയിപ്പം അങ്ങോട്ട് എങ്ങനെ ഈ ജീവിക്കാന്നുള്ളതാണ്. ഇപ്പൊ ഒരു സിനിമ പുതുതായിട്ട് റിലീസ് ആകുമ്പോഴത്തേക്കും ഈ പട്ടിണി മാറ്റിയിട്ട് വേണ്ട തിയേറ്ററിൽ പോവാൻ. പട്ടിണി കിടക്കുന്ന ആൾക്കാർ തിയേറ്ററിൽ പോവോ? അല്ലല്ല, ശശിയേട്ടൻ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. നീ അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ അവളോട് പറയണം എന്ന് അച്ഛൻ മകനോട് പറയുന്നത് വളരെ വികാരഭരിതമായ ഒരു ഡയലോഗായിട്ടാണ് ആദ്യം ഭരതനാട്യം എന്ന സിനിമയിൽ തോന്നുക. എന്നാൽ ആ സിനിമ അതിൻ്റെ അന്ത്യത്തോടൊക്കെ അടുക്കുമ്പോൾ ആ ഡയലോഗ് ഉണ്ടാക്കുന്ന ചിരിയും ചിന്തയും മറ്റൊരു ലെവലിലാണ്. ഭരതനാട്യത്തിൻ്റെ വേൾഡിലേക്ക് അതിൻ്റെ രണ്ടാം ഭാഗം കൂടി എത്തുന്നു, ഭരതനാട്യം 2 മോഹിനിയാട്ടം. സിനിമയെ പറ്റി സംസാരിക്കാൻ സൈജു കുറുപ്പ്, അഭിറാം, സിനിമയിലെ 2 ഇരട്ടകൾ ജിവിൻ രണ്ടുപേരും എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം. വീണ്ടും ആ വേൾഡ് ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ ഡയലോഗിന് മറ്റൊരു സ്വഭാവം കൈവരുന്ന സ്വഭാവം, അതൊക്കെ ഭരതനാട്യം മാറി മോഹിനിയാട്ടം ആവുമ്പോഴും ഉണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി. അതായത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അർത്ഥങ്ങളുള്ള ടൈപ്പ് ഓഫ് ഡയലോഗ്സും അതിലുണ്ടാകുന്ന ഹ്യൂമറും ഒക്കെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഭരതനാട്യത്തിനേക്കാളും ഒരു 10 മടങ്ങ് കൂടുതലാന്ന് തോന്നുന്നു മോഹിനിയാട്ടത്തില്. ഈ മോഹിനിയാട്ടം എന്ന പേര് നിർദ്ദേശിച്ചത് മിഥുൻ മാനുവൽ തോമസ് ആണെന്ന് ഒരു അറിവുണ്ട്. അദ്ദേഹം ഈ ഇതിന്റെ മറ്റ് ഏതെങ്കിലും വശത്ത് അദ്ദേഹത്തിന് ഒരു സൂപ്പർവിഷൻ ഉണ്ടോ? ഡെഫിനറ്റ്ലി. സ്ക്രിപ്റ്റ് അദ്ദേഹം 2-3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പിന്നെ പല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻപുട്സും അദ്ദേഹം തന്നിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനോടൊന്ന് വായിക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഭരതനാട്യം റിലീസായ സമയത്ത് കുറച്ച് പേരെങ്കിലും പറഞ്ഞായിരുന്നു ഇതൊരു തിയേറ്ററിക്കൽ വ്യൂയിങ് എക്സ്പീരിയൻസ് അല്ല, ഇത് നമ്മൾ വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന്. പിന്നെ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് 30-35 മിനിറ്റിലാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നാവുന്നത്. അതുവരെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് നമ്മളിപ്പം മോഹിനിയാട്ടത്തിൽ നമ്മൾ മോഹിനിയാട്ടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം 5ാമത്തെ മിനിറ്റ് തന്നെ നമ്മൾ ഇന്നാകുന്ന രീതിയിലുള്ള സീൻസും അവിടുന്ന് പിന്നെ ഒരേ ടെമ്പോയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹയർ ടെമ്പോയിൽ ഇങ്ങനെ സിനിമ ആ ഗ്രാഫ് ഇങ്ങനെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ മേക്കിംഗ് ആയാലും എല്ലാം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ മനസ്സിൽ വെച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കാര്യം വരേണ്ടത് കൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് സെൻസ് ഒക്കെ ഉള്ള ഒരാളും കൂടെ ഇത് വായിച്ചാൽ നല്ലതായിരിക്കും. അതെ, ഡെഫിനറ്റ്ലി. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ മിഥുനെ കൊണ്ടൊന്ന് വായിപ്പിച്ചാലോ. മിഥുന്റെ പല പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അത്രയും ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മളെ സഹായിക്കാൻ റെഡി ആയിരിക്കും. പിന്നെ ഒരു ഇതുണ്ടായിരുന്നു വെച്ചാൽ ആടിന്റെ പ്രിപ്പറേഷനിലാണ്, അണലി ഒരു സൈഡിൽ ഷൂട്ട് നടക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ മിഥുൻ മേഡ് ദ പോയിന്റ് ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് മീ. അതുപോലെ തന്നെ കറക്റ്റ് സമയത്തിന് പുള്ളി അത് വായിക്കുകയും അത് 3 പ്രാവശ്യം വായിക്കുകയും എന്നിട്ട് അതിനകത്ത് ഇൻപുട്സ് തരികയും അതെല്ലാം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആണ് നമ്മളിപ്പം മോഹിനിയാട്ടമായിട്ട് വരുന്നത്. അരുൺ ഘോഷ്, അജയ് ഘോഷ്
നിങ്ങൾ രണ്ടുപേരുടെ ഐഡന്റിറ്റി തന്നെ ഭരതനാട്യത്തിലെ ഇരട്ട സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഭരതനാട്യത്തിൽ അഭിനയിച്ച 2 പേർ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. മോഹിനിയാട്ടത്തിൽ എത്തുമ്പോൾ അത് ഏതൊരവസ്ഥയിലേക്ക് എത്തും? എന്തൊക്കെയുണ്ട് പ്രതീക്ഷകൾ? മോഹിനിയാട്ടത്തില് അതിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ. ആ ആ അപ്പൊ നല്ല പ്രതീക്ഷ ഉണ്ട്. എന്തൊക്കെയുണ്ട്? നല്ല പ്രതീക്ഷ ഉണ്ട്. നേരത്തെ തന്നെയും ഇച്ചിരി വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാരും അതേപോലെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എല്ലാരും സപ്പോർട്ടുള്ള സെറ്റാണ്. എനിക്കെന്താ echo വരുന്നത്? റിപ്പീറ്റ്. ഈ ഇപ്പം മോഹിനിയാട്ടത്തിലേക്കൊക്കെ എത്തുമ്പോ നിങ്ങൾ രണ്ടുപേരും ഒരു ടീമാണോ ഇപ്പൊ ഫുൾ ടൈം? ഭയങ്കര സെറ്റാണ് ടീം. സുഭാഷിനോട് ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. സുഭാഷ് നിങ്ങളായിട്ടുള്ള ബന്ധം ഏത് വിധത്തിലാണ് ഈ മോഹിനിയാട്ടത്തിന്? നല്ല ബന്ധമാണ്. ഈ ആളുകളുടെ ഒരു സുഖവും സന്തോഷവും ക്ഷേമവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ സുഭാഷ്. ഭരതനാട്യം ശരിക്കും നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഇവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു സീക്വൻസ്, ഓറഞ്ചൊക്കെ എന്തിന്റെ ബോർഡിനടിയിലാണ് നിൽക്കുന്നതെന്നൊക്കെ ഉള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ സുഭാഷിന്റെ ആ ഒരു നന്മേഷ് സ്വഭാവം എവിടെ നിൽക്കുന്നു? അതെ, ആ സ്വഭാവം അതേപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോ ഇപ്പൊ ഇവര് ലൊക്കേഷൻ മാറി. അതായത് ഭരതനായരുടെ മരണത്തിന് ശേഷം ഈ കുടുംബം ഇപ്പൊ ശ്രീകണ്ഠാപുരത്തേക്ക് മാറിയിരിക്കുകയാണ്, ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഞാൻ സുഭാഷേട്ടനെ സംസാരിക്കട്ടെ. അപ്പോ ശ്രീകണ്ഠാപുരത്ത് ശശിയേട്ടനെ എന്നും പിന്തുടരുന്ന, ശശിയേട്ടന്റെ ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത പുതിയ പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്രയാണല്ലോ ശശിയേട്ടന്റെ ജീവിതം. അപ്പൊ ഒരു പുതിയൊരു പ്രശ്നം വരികയും ആ പ്രശ്നത്തിൽ ഇടപെടാനും സുഭാഷ് അവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ കണ്ടിന്യൂഷൻ. അപ്പോ ആക്ച്വലി ഡേ വൈസ് ഈ ഭരതനാട്യം സിനിമ അവസാനിക്കുന്ന അന്ന് തൊട്ടിട്ട് ഒരു 40 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ കഥ, മോഹിനിയാട്ടത്തിന്റെ കഥ തുടങ്ങുന്നു. ഒരു 40 ഡേയ്സിന്റെ ഉള്ളിൽ, ഒരു 40 ഡേയ്സിനുള്ളിലാണ് അടുത്ത കഥ. അതായത് ഭരതനാട്യം ചെയ്തിട്ട് 1 കൊല്ലം കഴിഞ്ഞ്, ആ 1 കൊല്ലത്തിന് ശേഷം 40 ദിവസത്തെ കണ്ടിന്യൂറ്റിയിൽ പോകേണ്ടി വന്നു. എന്തോ ആയതല്ലേ നമ്മൾ അതേ കണ്ടിന്യൂറ്റിയിൽ എല്ലാരെയും നമുക്ക് രൂപങ്ങൾ അതുപോലെ കിട്ടി, മാച്ചായി കിട്ടി. അതല്ലേ, അതൊരു വേറൊരു ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ ലുക്ക് ആയതുകൊണ്ട് ആ മുണ്ട് ഷർട്ടും എല്ലാം ഇടുമ്പോഴേക്കും കറക്റ്റ് സുഭാഷായി മാറാൻ പറ്റി. കുറച്ചു നേരത്തേക്ക് ഞാനിതിനെ ഭരതൻ നായരുടെ ശരിക്കുള്ള വീടാക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ആ കഥാപാത്രങ്ങളുണ്ട്. ശശിയാണ്, 2 അജയും അരുണുമാണ്, സുഭാഷാണ്. ഓക്കെ, തുടങ്ങട്ടെ. എങ്ങനെ പോകുന്നു ഗൃഹപൂജയൊക്കെ? അതിന്റെ ഫണ്ടൊക്കെ എന്താ ചെയ്യുന്നത്? ഗൃഹപൂജയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോഴും ഉണ്ടോ ഗൃഹപൂജ? അത് വിടില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കോലിടുന്നുണ്ട് നമ്മുടെ സുഭാഷ്. സുഭാഷിന് സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. സുഭാഷിന് ഇപ്പൊ എന്താ വെച്ചാല് മേധാവിയാണ് ഇതിന്റെയൊക്കെ. അങ്ങനെ അതായത് ശശിയേട്ടൻ കാലാകാലമായി സെക്രട്ടറി ആയിരിക്കുകയാണ്, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം. അതാണ് എന്റെ ആവശ്യം. അതാ ഞാൻ സെക്രട്ടറി ആയ. അതിന്റെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇതില് ഒരാളെ പരീക്ഷ എഴുതാൻ വേണ്ടി വേറൊരാളെ സഹായിക്കുന്നതിന്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കണ്ടതാണ് അതൊക്കെ. അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ ആത്മാർത്ഥതയുടെ പാതയിൽ തന്നെയാണോ? അല്ല, പക്ഷെ പരീക്ഷ എഴുതാതെ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ വേറൊരാളെ സഹായിക്കാലോ, വേറൊരാൾക്ക് നന്നായി പഠിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാലോ. സഹായം നിർത്തി വെച്ചേക്കാൻ സഹായം സ്റ്റോപ്പ് ചെയ്ത്. ചുമയുണ്ടോ? ചെറുതായിട്ട്. വെള്ളോ ചായ എന്തെങ്കിലും? ചായ വിത്തൗട്ട്. അല്ലതെ, ഒരു ചായ വിത്തൗട്ട്. ഹലോ ലത, ഇരിക്കും. ചായയാണ് ഇവിടുത്തെ ഒരു രീതി ഇതാണ്. ഭരതനായരുടെ ഫാമിലിയിൽ അങ്ങനെയാ, എല്ലാരും ടാങ്കിന്റെ ആൾക്കാരാ. ലത, എങ്ങനെയുണ്ട്? സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, അതോ ഇപ്പോഴും ഭർത്താവിനെ ജോലിക്ക് അയക്കാനുള്ള ഒരു പ്ലാനിലാണോ? എന്തൊക്കെയാണ് പരിപാടികൾ? ഭർത്താവിന്റെ ജോലി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ 41 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതിന് പിന്നെ ഞങ്ങൾക്ക് വലിയൊരു പറ്റി. അപ്പൊ അതിന്റെ പുറകെയാണ്. നിങ്ങളുടെ എന്തൊക്കെ ചികിത്സകളൊക്കെ നടക്കുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഇതിന്റെ ഇടയ്ക്ക് അതൊന്നും നടക്കുന്നില്ല. ആക്ച്വലി ഇതിന്റെ ടെൻഷൻ മാറിയാലല്ലേ ടെൻഷന് മുകളിൽ ടെൻഷൻ വന്നോണ്ടിരിക്കുന്നത്. എക്സ്പെൻസീവ് ചികിത്സയാണ്. അത് കാരണം വെളിച്ചപ്പാടൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു അദ്ദേഹം? അവരൊക്കെ ഉണ്ട്, അവിടെ നാട്ടിലുണ്ട്. ഞങ്ങളിപ്പോ കണ്ണൂരാണല്ലോ. ശ്രീകണ്ഠാപുരത്തേക്ക് അപ്പൊ എങ്ങനെയാ പോക്കൊക്കെ? അവിടെയും അത് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ? അതായത് ഭരതനായരുടെ മറ്റൊരു അവിടെ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ഇവിടത്തെ നാട്ടുകാർക്ക് അറിയാം
ഭരത് നായരുടെ എന്താണ് എക്സാക്ട്ലി ഫാമിലിയിൽ ഒരു പ്രശ്നമൊന്നൊക്കെ. പക്ഷെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോയപ്പോ അവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല, അപ്പൊ അവരത് അറിയാനും പാടില്ല. അപ്പൊ അതിന്റെ നമ്മളൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇവരെ രണ്ടുപേരെയും കൂടെ എങ്ങനെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുക, അറ്റ് എ ടൈം നമുക്ക് ഒരാളെ പുറത്തിറക്കാൻ പറ്റും. ഇവിടെ ഇവനെ അറിയാം, പക്ഷെ ഇവനെ അറിയില്ലല്ലോ. അല്ല അത് പിന്നെ പ്രശ്നമില്ല. ഇത് രണ്ടായി പോയതാ അവരറിയില്ല, അവരൊന്നായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. അതെ അതെ അതെ. ഈ ആ കോളിംഗ് ബെൽ നന്നാക്കിയോ ശ്രീകണ്ഠാപുരത്ത് വീട്ടിൽ? അതൊരു പോയിന്റ്. അല്ല അത് പക്ഷെ വാടക വീടായിരുന്നു. വീട്ടിലേക്കാണ് വീട് മാറി. നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, അതായത് ഭരത് നായരുടെ അൺഒഫീഷ്യൽ വൈഫ്, ശരിക്കും ഒഫീഷ്യലാണ് പക്ഷെ അൺഒഫീഷ്യൽ ആയിപ്പോയത്. അപ്പൊ അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടോ? അച്ഛൻ പോയില്ലേ, ഇനി എന്തൊരു സർട്ടിഫിക്കറ്റ്? ഇപ്പൊ അത് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. പിന്നെ നമ്മുടെ രുക്മിണിയമ്മ ഒരു വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ പാർട്ടീഷൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളായിട്ട് മുമ്പോട്ടൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ തൽക്കാലം നല്ല സ്നേഹത്തിൽ തന്നെയാണ് ഒരു കുടുംബമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് വെച്ചാല് നമ്മുടെ ഗോപന് ജോലിക്കാരി ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ സ്കൂളിൽ കുറച്ച് ഫണ്ട്സ് ഒക്കെ കൊടുക്കണം, എന്നാലേ എടുക്കുള്ളൂ. അപ്പൊ ആ ഫണ്ട്സ് ഒക്കെ ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ ശരിക്കും രുക്മിണി അമ്മയും നമ്മുടെ അമ്മയും ആണിത് ആ സ്പിരിറ്റിൽ എടുത്തിരിക്കുന്നത് അല്ലേ? സംഭവം എനിക്ക് വ്യക്തമായിട്ടില്ലെങ്കിലും അതുപോലെ ഒരു സ്പിരിറ്റ് ഉണ്ട്. കുടുംബത്തിന് മൊത്തമായിട്ടുണ്ടോ സ്പിരിറ്റ്? അതോ അവര് ഒന്നിച്ച് കട്ടക്ക് നിൽക്കുമല്ലോ. ഒത്തൊരുമയല്ലേ ചിക്കൻ കറിയൊക്കെ ഇപ്പൊ ഭയങ്കര. അമ്മയും പഠിച്ചിട്ടുണ്ട് ഇപ്പൊ. ഞങ്ങൾക്കും അതന്നെ ഫേവറേറ്റ്. ഇപ്പോഴും തലക്ക് വീഴാൻ പാകത്തിന് ചക്കയുണ്ടോ വീട്ടിൽ? ചക്കയല്ല, ഇപ്പൊ ഞങ്ങള് ഇപ്പം വന്നിട്ട് കുറച്ച് ദിവസമായി ശ്രീകണ്ഠാപുരത്ത്. അപ്പൊ നമ്മള് തെങ്ങൊക്കെ കയറിച്ചിട്ടാ വന്നത്. ഇനിയിപ്പോ പുതിയൊക്കെ ഉണ്ടായി വരണം. നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാൻ ചെറിയൊരു റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് പറ്റിപ്പോയി എന്നാണ്. അബദ്ധം പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ പറ്റിപ്പോയി എന്നാണ് ഈ റൗണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാം. ആർക്കാണ് ഫസ്റ്റ് വന്ന അവർക്ക് ആൻസർ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. സിനിമയിൽ വന്ന തുടക്ക സമയത്ത് പറ്റിപ്പോയി എന്ന് തോന്നുന്ന ഒരു അബദ്ധം, തുടക്കക്കാർക്കൊക്കെ തോന്നുന്ന പോലത്തെ ഒരു അബദ്ധം, പറ്റുന്ന അബദ്ധം എന്തായിരിക്കും? എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണ്? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അതെന്താ? അതായത് ഇപ്പൊ സ്റ്റൂളാണല്ലോ, അത് സെറ്റായിരുന്നു. അത് ഞാൻ അതിന് ഇരുന്ന് പൊട്ടി. ഇരുന്നത് അറസ്റ്റ് എടുത്തതാ. അത്രയും കഴിവുള്ള ഡയറക്ടറായിരുന്നോ? അല്ല, സാധനം അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കിയ. അതെ, അത്രയും കഴിവുള്ള ഡയറക്ടർ അജയ് ശരി പറവാന്ന് പറഞ്ഞ സിനിമ. പുള്ളി എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കില്ലേ ഒരു സാധനം. ഇങ്ങനെ ഇതുപോലത്തെ സാധനം ഞാൻ ഇരുന്നതാ അവിടെ. അപ്പൊ സെറ്റായി ആ സാധനമായിരുന്നു, പൊട്ടിപ്പോയി. അപ്പൊ സംവിധായകൻ സോഫ എന്റെ അടുത്ത് പറഞ്ഞു കുറച്ചെങ്കിലും പോകുന്നുണ്ടെങ്കിൽ. എനിക്ക് പറ്റിപ്പോയത് മയുഗത്തിന്റെ ഫസ്റ്റ് ഡേ തന്നെ. നമ്മൾ സാധാരണ ഇപ്പം നമ്മുടെ വീട്ടില് ക്യാമറ ഉണ്ടായിരുന്നു, നമ്മൾ ഫോട്ടോ എടുക്കുന്നു. ഹാൻഡ് ക്യാം അല്ല, നമ്മുടെ നോർമൽ സ്റ്റിൽ ഫോട്ടോ. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നു, നമ്മൾ തന്നെ ക്യാമറ വയ്ക്കുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ മയുഗത്തിന്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിന് പോയി പാക്കപ്പ് ആകാൻ പോകും 9 മണിക്ക്. അപ്പോൾ രാമേന്ദ്ര ബാബു സാറാണ് ക്യാമറാമാൻ. ഒരു ക്രെയിനിലുള്ള ഷോട്ടായിരുന്നു. പുള്ളി ക്രെയിനിൽ ഷോട്ട് എടുത്തതിന് ശേഷം അരുൺ സാർ പറഞ്ഞു പാക്കപ്പ് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊക്കെ പോയി പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് വന്നു. എന്ന് വെച്ചാൽ ഹരിയൻ സാറിൻ്റെയും ബാബു സാറിൻ്റെയും കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എല്ലാ ദിവസവും. അപ്പോൾ വണ്ടി അവിടെ റെഡിയാണ്, ഹരിയൻ സാർ കയറിയിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ക്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാബു സാർ വണ്ടിയിലേക്ക് കയറുന്നു. അപ്പൊ ഞാൻ ബാബു സാറിന്റെ സാർ ക്യാമറ എടുക്കാൻ മറന്നുപോയോ? ഞാനോടത്ത് ക്യാമറമാന്റെ ക്യാമറയാണ്, ക്യാമറമാനുള്ളത് കൊണ്ടുപോകുന്നു. പുള്ളി ആരുടെ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ചിരി ഇരിച്ച്. നിങ്ങൾ എപ്പോഴും തുടക്കക്കാരായിട്ട് നിൽക്കുകയാണോ അതോ അബദ്ധം പറ്റാറുണ്ടോ? എന്താണ് അബദ്ധം? അല്ല, ഇവന്റെ അബദ്ധങ്ങള് എനിക്ക് പറ്റാറില്ല. താങ്കൾക്ക് പറ്റിയ അബദ്ധം എന്താ? അങ്ങനെ അബദ്ധങ്ങള് പറ്റാറുണ്ടല്ലോ പൊതുവെ. ഒരെണ്ണം പറഞ്ഞാൽ നല്ലൊരെണ്ണം ആലോചിച്ച് കണ്ടുപിടിക്കണം. പതുക്കെ ആലോചിച്ചു. എന്താ ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ അഭിനയിക്കാനൊക്കെ വന്നു തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമ്മൾ ഒത്തിരി ഓഡിഷൻസിന് പോയായിരുന്നല്ലോ. അപ്പൊ നമ്മള് കാസ്റ്റിംഗ് കോൾസ് കാണുന്നൊക്കെ അയക്കും. അപ്പൊ അവര് നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ ഓഡിഷന് പോകുമ്പോൾ വലിയ ക്യൂ ഒക്കെ ആയിരിക്കും. വന്ന്
അപ്പൊ ആ നമുക്കറിയില്ല പ്രൊഡക്ഷൻ നോക്കിയോ അല്ലെങ്കിൽ ഡയറക്ടറെ നോക്കിയോ ഒന്നും ആയിരിക്കില്ല. ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ കാസ്റ്റിംഗ് കോൾ അയക്കുന്നു, പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വെറുതെ ഓഡിഷൻസ് നടത്തുന്ന ഇപ്പൊ ഭയങ്കര കുറവാണ്. ഇപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ആരെങ്കിലും പരിചയം ഉണ്ടാവും, ഡയറക്ടറോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഒക്കെ നമ്മൾ ചോദിച്ചിട്ടായിരിക്കും പോകുന്നത്, അത് എങ്ങനെയാ നമ്മൾ പോണോ അല്ലെങ്കിൽ കാസ്റ്റ് അയക്കട്ടെ, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ അങ്ങനെ കോൺടാക്ട് നമ്പർ എടുത്തൊക്കെ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. അന്ന് അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ 2-3 ഓഡിഷൻസിന് പോയിട്ട് പിന്നെ നമുക്ക് മനസ്സിലാവും അല്ല അത് ഭയങ്കര എന്ന് വെച്ചാൽ സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഒന്നാമത്തെ കാര്യം അവർ ചെയ്യിക്കുന്നത്, ഭയങ്കര ഫണ്ണായിട്ട്. ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സിനിമ റിലീസായി ഭയങ്കര ഹിറ്റൊക്കെ ആയിരുന്നു. പക്ഷെ ആ സിനിമയുടെ ഓഡിഷന് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളെ അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ സിനിമ കണ്ടപ്പോൾ നമ്മളൊക്കെ എന്തിനാ അവിടെ പോയി തന്നെ. അപ്പൊ അവരിങ്ങനെ ഭയങ്കര എന്താ പറയാ കൊമേഴ്ഷ്യൽ ആയിട്ടൊരു സിറ്റിയില് ഒരു അങ്ങനെ നടക്കുന്ന ഒരു പടമായിരുന്നു. പേരൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് വയലില് ജോലി ചെയ്യുന്ന അങ്ങനെ, എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. പക്ഷെ എനിക്കൊന്ന് സിനിമയായിട്ട് കുറച്ചെങ്കിലും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടാസ്ക് ഒക്കെ നമുക്ക് തന്നാൽ കുറച്ചും കൂടെ രസമായിട്ട് ചെയ്യാമല്ലോ. പക്ഷെ അവർക്ക് നമ്മുടെ ഒന്നും അതിന് ആവശ്യമില്ല. ജസ്റ്റ് കുറെ ക്രൗഡിനെ വിളിച്ചിട്ട് ഒരു പ്രൊമോഷൻ നടത്താം, അങ്ങനെ കുറച്ച് അബദ്ധങ്ങൾ കുറച്ച് ഓഡിഷൻസിനൊക്കെ പോയിട്ട് പെട്ടിട്ടുണ്ട്. പിന്നെ പക്ഷെ ഇപ്പൊ നമ്മള് കുറച്ചും കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ഇപ്പൊ സൈജേട്ടനോടാണെങ്കിലോ അല്ലെങ്കിൽ അബ്രാമേട്ടനോടൊക്കെ എനിക്ക് ചോദിക്കാം, ഇന്ന ആളുടെ ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കോൾ കണ്ടു, അപ്പൊ നമ്മൾ അയക്കട്ടെ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ പറ്റിയ അബദ്ധത്തില് ഏറ്റവും വലിയ അബദ്ധങ്ങൾ ആ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഈ സിനിമയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതത്തിലെ ആർക്കെങ്കിലും പറ്റിയ ഒരു അബദ്ധം എനിക്ക് കേൾക്കാൻ പറ്റുമോ? അബദ്ധങ്ങൾ ഒരുപാട് ഒരെണ്ണം ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ആരുടെയെങ്കിലും ഒരാളുണ്ട് എങ്ങനെ ഒരു എന്തെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ട്രോൾ മെറ്റീരിയൽ ആയ ഒരു അബദ്ധം ഉണ്ടാവുമല്ലോ? അത് അബദ്ധമല്ല, അത് മറ്റേ കമ്പനി അടിയല്ലേ. ഇത് പറ്റിപ്പോയത് എന്താ, അതെങ്ങനെ ചില പടങ്ങളിൽ പോയി ഇങ്ങനെ അബദ്ധമായിട്ട് ഒരാശയില്ലാതെ ഒരു പടത്തിലൊക്കെ കുറച്ച് പറ്റിപ്പോയിട്ടുണ്ട്. അത് പറയാനുണ്ടല്ലോ. റിലീസായോ? പിന്നെ വിജയിച്ചോ? അസലായിട്ട് അല്ല വിജയിച്ചില്ലെന്നാണ്. ഇവരെന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ്. അപ്പൊ അതൊരു അബദ്ധമല്ലാന്ന് മനസ്സിലായില്ലേ? അബദ്ധം പറ്റിയില്ല. അല്ല അത് പറ്റിയാണ്, മൊത്തത്തിൽ പറ്റിപ്പോയതാണ്. നല്ല കണക്ഷൻസ് കിട്ടി. പക്ഷെ നല്ലതും സംഭവിച്ചായിരുന്നു ആ പടത്തിൽ കൂടി, നല്ല കണക്ഷൻസ് ഒക്കെ. ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. ഇതിൽ ഏത് അബദ്ധം പറ്റുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് തകരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സൈജേട്ടനോട് ആദ്യം ചോദിക്കാം. ഫോൺ ചാർജിന് കുത്തിയിട്ടിട്ട് സ്വിച്ച് ഓൺ ആക്കാൻ മറക്കുമ്പോൾ ആണോ, കുളിക്കാൻ കയറിയിട്ട് ടവലെടുക്കാൻ മറക്കുമ്പോൾ, അലാം വെച്ചിട്ട് അത് AM മാറി PM ആവുമ്പോൾ, ഡ്രസ്സ് പുറം മറിച്ച് ഇടുമ്പോൾ, വീട്ടിലെ ചെരുപ്പ് ഇട്ടിട്ട് അബദ്ധത്തിൽ പുറത്തു പോകുമ്പോൾ, എപ്പോഴാണ് ഏറ്റവും മനസ്സ് തകരുന്നത്? അലാറം മാറുമ്പോ. AM PM ആറുണ്ടോ? അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ ഏറ്റവും കൂടെ മറ്റേ സംഭവിച്ചിട്ടുണ്ട്, മറ്റേ ചാർജിന് കുത്തിയിട്ട് ഓൺ ചെയ്യാണ്ടിരിക്കുന്നത്. ടവല് അത് എപ്പോഴും പറ്റുന്നതാണ്. ടവല് പിന്നെ അതേപോലെ തല പുറത്തിട്ടിട്ട് ആ ടവല് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതോ ഫംഗ്ഷനൊക്കെ പോകുമ്പോ ഞാൻ ചെരുപ്പ് മാറിയിട്ടിട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഷൂട്ടിന് നമ്മൾ പോകുമ്പോ ചെരുപ്പ് ഇടാണ്ട് അങ്ങ് നടന്നു പോയിട്ടുണ്ട്. എനിക്ക് തോന്നി പറഞ്ഞ എല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ AM BM മാറുന്ന ഏറ്റവും പ്രശ്നം. കാരണം ചിലപ്പം നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകാനുള്ള മറ്റാൾക്കാരും കൂടെ അതില് നമ്മൾ ലേറ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു AM BM മാറുന്നതാണ് ഏറ്റവും ശോകം. പറ്റാറുണ്ട്, മനുഷ്യരല്ലേ. എനിക്ക് ഇഷ്ടം അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ യാത്ര പോവാണെങ്കിലേ അപ്പൊ 2 ദിവസം മുന്നേ പ്ലാൻ ചെയ്യും എന്തൊക്കെ എടുക്കണം, ഏതൊക്കെ ഡ്രസ്സ് എടുക്കണം, ഏതൊക്കെ ഇന്നർ ഗാർമെന്റ്സ് എടുക്കണം, ഏതൊക്കെ കൂളിംഗ് ഗ്ലാസ് എല്ലാം പ്ലാൻ ചെയ്യും. പക്ഷെ നമ്മള് പ്രധാനമായിട്ടൊരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല, അത് മറന്നു. അത് നമ്മളൊരു 40 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരിക. പിന്നെ അതൊക്കെ തിരിച്ചു വരില്ലല്ലോ. പാസ്പോർട്ടൊക്കെ മറന്നിട്ടുണ്ടോ? ഇല്ല, പാസ്പോർട്ട് മറക്കാറില്ല. പാസ്പോർട്ട് ടിക്കറ്റും മറന്നിട്ടില്ല. പക്ഷെ ഞാൻ മറന്നത് മിക്കവാറും ഈ പറഞ്ഞ പോലെ ഡ്രസ്സുകളാണ്. നമ്മൾ വിചാരിക്കും ഇന്ന സ്ഥലത്ത് പോകുമ്പോ ഇന്ന ഡ്രസ്സുകൾ സത്യം പറഞ്ഞാൽ മറന്നുണ്ട്. അത് ചില അതായത് ഇപ്പൊ സ്വിമ്മിങ് ഉള്ള സ്ഥലമാണെങ്കിൽ അതിന്റെ ഡ്രസ്സ്, പിന്നെ ഷൂസ് ചില സ്ഥലത്ത് പോയാൽ ഇന്ന് അവിടെ ക്രിക്കറ്റ് കളിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഷൂസ് എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷെ അതൊരു 40 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളത്. അപ്പൊ അത് അബദ്ധങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ കൂടുതലും സംഭവിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞ അബദ്ധങ്ങൾ പറ്റിയത് കൊണ്ടാണ്
സത്യം പറഞ്ഞാൽ നമുക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടിയെന്നു, അതാണ് നമ്മളെ കുറച്ചുകൂടി മെച്ചോർഡ് ആക്കിയത്, അങ്ങനെ തോന്നിയിട്ടുണ്ട്? ആയിരിക്കാം. കാരണം ചില അബദ്ധങ്ങൾ പറ്റുമ്പോ നമ്മള് അയ്യോ ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ള നമ്മളൊരു പോയിന്റ് ആക്കുമല്ലോ. അപ്പൊ അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും. കാരണം വെച്ചാല് അല്ലേ ചേട്ടാ അല്ലേ? പക്ഷെ എന്നാലും വീണ്ടും പറ്റും. മോഹിനിയാട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നുണ്ടോ? മോഹിനിയാട്ടത്തിലെ ക്യാരക്ടേഴ്സിന് ഡെഫിനറ്റ്ലി പറ്റിപ്പോയി എന്നുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകും. ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിപ്പോയി അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പൊ മോഹിനിയാട്ടത്തിൽ വേൾഡ് കുറച്ചുകൂടി വലുതായി. സുരാജ് വെഞ്ഞാറമൂട്, വിനയ് ഫോർട്ട്, എന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ്, അതെ സൈജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് അല്ല, പ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമല്ല ഞാൻ ലീഡ് റോൾ ചെയ്യുന്നതിൽ ഏറ്റവും, അതായത് ട്രിപ്പിൾ ബഡ്ജറ്റ് ആണ്. ഞാൻ സാധാരണ ഫസ്റ്റിനെ വെച്ചിട്ട് 3 ടൈം കൂടുതൽ ബഡ്ജറ്റാണ്. സായികുമാർ ചേട്ടൻ കൊണ്ടുവന്ന ഒരു ഇൻപുട്ടും ഒരു വാല്യൂഡേഷനും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ സെക്കൻഡ് അനൗൺസ് ചെയ്ത സമയത്ത് ചോദിച്ചപ്പോ അദ്ദേഹം ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി സെക്കൻഡിൽ തുറക്കഥയാണെങ്കിൽ. അപ്പൊ പിന്നെ ഞാൻ ആരൊക്കെ വരും, ഞാൻ നോക്കുമ്പോ കുറെ പേര് വരുന്നുണ്ട്, കാസ്റ്റ് ഭയങ്കരമായിട്ട് വലുതാവുന്നുണ്ട്. സുരാജ്, വിനയ് ഫോർട്ട്, ജഗദീഷ് ചേട്ടൻ, ബേബി ജീന്റെ പെർഫോമൻസ് ഒന്ന് നോക്കണം കേട്ടോ. ബാക്കി ഇപ്പം 3 പേരുടെയും നമ്മള് പെർഫോമൻസും ക്യാരക്ടേഴ്സ് ഒക്കെ എത്രയോ നമ്മൾ ഗംഭീരമായിട്ടുള്ള കണ്ടിട്ടുണ്ട്. ബേബി ജീനെ നമുക്ക് ആദ്യമായിട്ടൊരു നാടൻ കഥാപാത്രത്തിൽ കാണാൻ പറ്റും, അത് തന്നെ ഒരു വ്യത്യസ്തതയാണ്. പിന്നെ ദ വേ ഹി ഹാസ് പോർട്രേറ്റ് ദ ക്യാരക്ടർ. ഷോ സ്റ്റീലർ ആണ് പുള്ളി. ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമുക്കുള്ളത് ഒരു സ്റ്റോറി റൗണ്ടാണ്. ഓക്കെ, ഞാൻ ഒരു വരി പറയും എൻ്റെ കഥയുടെ ആദ്യത്തെ. ഞാൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാക്കുകളാണ് തരിക. ആ വാക്കുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ ആ കഥയെ പൂരിപ്പിക്കാൻ. ഓക്കെ. സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ വരി കേട്ടോ. സുന്ദരിയായ ഒരു പെൺകുട്ടി. ആ വഴി പോകുന്നു. സുഭാഷ് എന്റെ കുരുട്ടുബുദ്ധിയില് അതിനെ ഒന്ന് വളച്ചാലോ എന്ന് ഒരാഗ്രഹം വരുന്നു. അയാൾ വിസിലടിക്കുന്നു. തൊട്ടപ്പുറത്ത് സുന്ദരിയുടെ ആങ്ങള ഉണ്ടായിരുന്നു. ഈ ആങ്ങള വന്നിട്ട് സുഭാഷിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ശശിചേട്ടനും ഗാങ്ങും വന്നിട്ട് സുഭാഷിനെ വളരെ വിദഗ്ധമായി രക്ഷപ്പെടുത്തുന്നു. പെൺകുട്ടി ബോധം കെടുന്നു. ഈ ബസ് സ്റ്റാൻഡിലാ? ബസ് സ്റ്റാൻഡിൽ തന്നെ ആ കുട്ടി ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാരലി അല്ല ഇവര് ഇവിടെ നിങ്ങളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുമ്പോ പാരലി പെൺകുട്ടി ബോധം കിട്ടും. അല്ല, സുഭാഷ് വിസിലടിച്ചു. സുഭാഷ് വിസിലടിച്ചു. നാട്ടുകാർ വന്നു, ശശിയുടെ ടീം വന്നു, സുഭാഷിനോട് ചോദ്യം ചെയ്തോണ്ടിരിക്കുമ്പോ അവിടെ നിന്നിരുന്ന പെൺകുട്ടി ബോധം കിട്ടു. അപ്പൊ യഥാർത്ഥത്തിൽ സുഭാഷ് വിസിലടിച്ചത് ആ പെൺകുട്ടിയായിരുന്നില്ല. സുഭാഷ് ആ ബസ്സിന്റെ കിളിയായിരുന്നു. അപ്പൊ ബസ് പോകാറായപ്പം ഒരു വിസിലടിച്ചതാണ്. അത് ആ പെൺകുട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ പെൺകുട്ടി ബോധം കെട്ട് വീണത് അവിടെ തലശ്ശേരിയിൽ നല്ല ചൂടും വെയിലും ആയതുകൊണ്ടും പിന്നെ പെൺകുട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടി ബോധം കെട്ട് പോകാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെണ്ണിനെ. അത് ശശിയേട്ടനും എല്ലാരും കൂടി സഹായിച്ചാണ് കൊണ്ടുപോയത്. ഗൈനക്കോളജിസ്റ്റ് വന്ന് ചെക്ക് ചെയ്ത് അണ്ട് റിസൾട്ടിന് വേണ്ടി പോയി. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ വന്ന് കണ്ട്. എന്തായിരുന്നു റിസൾട്ട്? അല്ല, റിസൾട്ട് വന്നിട്ടില്ല, പോയേക്കണ ചെക്കിങ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. ആ കുട്ടിക്ക് അത്രയും വലിയ പ്രശ്നമാണോ? അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു സംഭവം. അപ്പൊ ഡോക്ടർമാരൊക്കെ അവിടെ ഭയങ്കര ഡിസ്കഷൻ നടക്കാണ്. ഇവിടെ എല്ലാരും വന്ന് സമാധാനപ്പെടുത്തി. ഗ്യാസ് ആയിരുന്നു, മറ്റേ ഗ്യാസ് ട്രൂവിന്റെ അടുത്തായിരുന്നു പോണ്ടിരുന്നത്. മറ്റേ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയി പരദൂഷണം പറയുന്ന നാട്ടുകാർ. പരദൂഷണം പറയുന്ന നാട്ടുകാർ കുറച്ചുപേര് ശശിയേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവര് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പം ഗൈനക്കിലേക്ക് പോകുന്ന കണ്ടപ്പം പെട്ടെന്ന് അപ്പം ലതയും ഗോപേട്ടനും ആ സമയത്ത് എന്തോ ട്രീറ്റ്മെന്റിന്റെ ആവശ്യത്തിന് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കിയപ്പോ നല്ല പരിചയമുള്ള കുട്ടി. നോക്കിയപ്പോ അരുൺ ഘോഷിന്റെ ക്ലാസ്മേറ്റാ. പെട്ടെന്ന് ലത അരുണിനെ വിളിച്ചു. അപ്പൊ അരുണിനെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, എടാ കൊച്ചിന് ഗൈനക്കോളജിസ്റ്റ് എന്ത് കാണിക്കാൻ പോകുന്നുണ്ട്, നീ എല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്റെ പുറകിൽ സുഭാഷിന്റെ പുറകിൽ ഇവരുണ്ടായിരുന്നു അല്ലേ? ശരിക്കും സുഭാഷിന്റെ പുറകിൽ അവൻ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രശ്നം നടക്കുന്നതിനിടയ്ക്ക് അവൻ പറയുന്നുണ്ട്, ആ കുഞ്ഞേച്ചി ഞാൻ കണ്ടു, ഇല്ല അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ നമ്പർ ഇട്ടു. ബാക്കി അവൻ പറയും. ഞാൻ ഇംഗ്ലീഷ് പറയാൻ പാടില്ലായിരുന്നു, ശരിക്കും അജയ് ഘോഷായിരുന്നു നിന്റെ പിന്നിൽ. അജയ് ഘോഷ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അജയ് ഘോഷിനെ പൊക്കുന്നു, എന്നിട്ട് അടിക്കുന്നു, തെറി വിളിക്കുന്നു. അപ്പൊ ഇമോഷണലായ അരുൺ ഘോഷ് പറയുന്നു, അവനൊന്നും ചെയ്യണ്ട, ഞാൻ തന്നെയാണ് കാരണം.
തിരിച്ചിട്ടുണ്ട്. ആ ഈ അതേസമയം ശശിയേട്ടൻ എന്നെ ആ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ആ കാര്യമായി ഗുണദോഷിക്കുന്നു, ഉപദേശിക്കുന്നു. ആ നീ മേലെ ഇങ്ങനത്തെ പരിപാടിക്ക് നീ ആ പണി ഉപേക്ഷിക്ക്, ആ. സെക്രട്ടറി സ്ഥാനം എനിക്ക് തരാന്ന് പറയുന്നു. ഓ കഥയെ കൊണ്ട് ഇതിനൊരു ടാങ്ക് അധികം തേർഡ് പാർട്ടിന്റെ കഥ. കഥ നീ ഇങ്ങനെ നടന്നാ പോരാ, ആ. നീ കുറച്ചും കൂടി ഉത്തരവാദിത്തമായിട്ട് നടക്ക്. ആ. ഈ ബസ്സൊക്കെ വിട്, ആ നീ അമ്പലവും കമ്മിറ്റിയൊക്കെ ആയിട്ട് നടന്നു. ഭരതനാട്യം എന്നുള്ള സിനിമ മലയാള സിനിമയ്ക്ക് കൊടുത്തൊരു പുതിയ ജോണർ ഉണ്ട്. അതായത് ബ്ലാക്ക് ഹ്യൂമർ ഉണ്ടെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിലൊക്കെ നമുക്ക് ചിരി വരിക. അതായത് സിനിമയുടെ മെയിൻ ക്യാരക്ടർ തലയിൽ താങ്ങി വീണ് മരിച്ചിട്ട് വരുന്ന ഫ്ലക്സിൽ നമുക്ക് ചിരി വരിക എന്നൊക്കെ പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ നെൽസണൊക്കെ ചെയ്യുന്നത് അതാണ്. അപ്പൊ അതിന്റെ കുറച്ചുകൂടി വലിയ വേർഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ ഇറങ്ങിയ സമയത്ത് സഹിച്ചേട്ടൻ അഭിനയമേ നിർത്തി പോവാം, അതായത് അങ്ങനത്തെ സിനിമ വിടാന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയ സന്ദർഭമുണ്ട്. ഇവിടെ വരുമ്പോൾ റിസ്ക് കുറെ കൂടി കൂടുതലാണ്, ബഡ്ജറ്റ് കൂടുതലാണ്, ആളുകൾക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ആദ്യം കുറെ സൗകര്യങ്ങൾ കിട്ടാത്തതിന്റെ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാ മനസ്സിലുള്ള ആദികൾ, വ്യാധികൾ, വേവലാദികൾ? പടം ബോക്സ് ഓഫീസിൽ എന്താകും എന്നുള്ള ഒരു ആദി ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരു ധൈര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഭരതനാട്യം പോലത്തെ ഒരു പടം നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്ത് നമ്മൾ എത്ര പ്രാവശ്യം കണ്ട പടമാണ്. എൻ്റെ കാര്യം പറയുകയാണ്, ഞാൻ എത്ര പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മേളിലാണ് മോഹിനിയാട്ടത്തിൻ്റെ സ്ക്രിപ്റ്റും മേക്കിങ്ങും. അതിൻ്റെ ഏത് ഏരിയ ആയാലും മൊത്തത്തിൽ പടത്തിൻ്റെ പാക്കേജ് തന്നെ എത്രയോ മേളിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി. ഇപ്രാവശ്യം ആവല്ലെന്നാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പെസിമിസ്റ്റിക് ആയിട്ട് ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഡിപ്രസ്ഡ് ആവല്ല്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് പ്രൊഡക്ഷൻ പരിപാടി ചിലപ്പം ഇതോടെ നിർത്തേണ്ടി വരും ഇൻ കേസിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയണത് എനിക്ക് ഇതൊരു തുടക്കമായിരിക്കും. എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റും ഫ്രം സൈജു ഗ്രൂപ്പ് എന്റർടൈൻമെന്റ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പടം വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് ഞാൻ പറയുന്ന വാർത്തകളോട് നിങ്ങൾ പ്രതികരിക്കണം. സുഭാഷ് പൂച്ചയെ 1.5 ദിവസത്തെ ശ്രമത്തിൽ ഫയർഫോഴ്സ് എടുത്തു മെട്രോ പില്ലറിന്റെ ഇടയിൽ നിന്ന്. അതിന് ശരിക്കുള്ള സുഭാഷിന് എന്താ പറയാനുള്ള ശ്രമത്തിനോട്? പക്ഷെ ആ സുഭാഷ് അവര് പേരിട്ടത് മഞ്ഞുമലുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതെ അതെ അതെ. അല്ല, ഞാൻ പറയുന്നത് ഈ ഭരതനാട്യത്തിലെ സുഭാഷിന് ഈ സംഭവത്തിനോട് എന്താ പ്രതികരിക്കാനുള്ളത്? ആ കഥാപാത്രമായിട്ട് തന്നെ എന്നോട് പറയണം. ആക്ച്വലി ഞാൻ ആണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. സുഭാഷിന് പേരിട്ടതും ഞാനാണ്. എന്റെ പേര് തന്നെ അപ്പൊ അതിനെ രക്ഷിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് എനിക്കാണെന്ന് ആസ് എ ക്യാരക്ടർ സുഭാഷ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഈ ജെൻസി കുട്ടികൾക്ക് 90s കിഡ്സിലെ ആളുകളോടാണ് പ്രണയവും, അവരെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം എന്നുള്ള ഒരു വാർത്തയോട് അരുൺ ഘോഷിന് എന്താ സംസാരിക്കാനുള്ളത്? അരുൺ ഘോഷ് അത് സത്യമാണോ ഇല്ലെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് നല്ല കാര്യമാണെങ്കിൽ അത് നല്ലപോലെ നടക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു യുവാവ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ്. അപ്പൊ പറയാ അത് യോജിക്കുന്നുണ്ട് ഈ പരിപാടിക്ക്. ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊണ്ട് ഗ്യാസ് കുറ്റികൾ കിട്ടാത്തൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അതിനോട് ശശി ചേട്ടൻ എങ്ങനെയായിരുന്നു ഒരു പ്രതിവിധി കണ്ടെത്താൻ പോകുന്നത്? എല്ലാ കാര്യങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തുന്ന ആളാണല്ലോ വായിൽ മുറുക്കാനായിട്ടിട്ട്. പ്രതിവിധിക്കാലും എനിക്ക് ഭയം എന്താന്ന് വെച്ചാൽ ഇനി പട്ടിണിയാവുമല്ലോ ഈ ഗ്യാസ് എന്ന് പറഞ്ഞ. അതെ, പട്ടിണിയാവും. അപ്പൊ ഇനിയിപ്പം അങ്ങോട്ട് എങ്ങനെ ഈ ജീവിക്കാന്നുള്ളതാണ്. ഇപ്പൊ ഒരു സിനിമ പുതുതായിട്ട് റിലീസ് ആകുമ്പോഴത്തേക്കും ഈ പട്ടിണി മാറ്റിയിട്ട് വേണ്ട തിയേറ്ററിൽ പോവാൻ. പട്ടിണി കിടക്കുന്ന ആൾക്കാർ തിയേറ്ററിൽ പോവോ? ശശിയേട്ടൻ അതെ. അപ്പൊ നമ്മള് വിറകൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം ഫ്ലാറ്റ് താമസിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം. ഞങ്ങളുടെ കുടുംബത്തിന് പ്രശ്നമില്ല, ഞങ്ങൾ ഇൻഡിപെൻഡന്റ് വീട്ടിലാണ് താമസിക്കുന്നത്, ഗ്രാമത്തിലാണ്. നമുക്ക് ഇഷ്ടം പോലെ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭരതനാട്യത്തിൽ കണ്ടില്ല, അപ്പൊ സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ അയൽവക്കാരെയൊക്കെ സഹായിക്കാം നമുക്ക്. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ഇനിയിപ്പം യുദ്ധം മാറണം. ഈ ഇൻസ്റ്റാഗ്രാം കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചിന്തകൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ശ്രദ്ധ പോകുന്നു. അതിനോട് എന്താ പ്രതികരണം?
മൈൻഡ് ഇങ്ങനെ സ്ക്രോളായി പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ പോകുന്നുണ്ട്? പോണ്ട്. വീട്ടിലങ്ങനെ വെറുതെ എടുക്കുന്നതുകൊണ്ടാണോ അതോ വീട്ടിലങ്ങനെ വെറുതെ എടുക്കുന്നത് കൊണ്ടാണോ അതോ? അല്ല അങ്ങനല്ല, ഇത് മറ്റേ ടൈം ലാപ്സിന്റെ സംഭവം നോക്കണ നല്ലതാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിന്റെ ഒരു പുതിയ മാറ്റമായിട്ട് പലപ്പോഴും ഈ വീട്ടിൽ യുവാക്കൾ ഇരുന്നുകൊണ്ട്, അതായത് വീട്ടിലെ കാര്യങ്ങൾ യുവാക്കൾ നോക്കുക, സ്ത്രീകളെ ജോലിക്ക് വിടുക, ആ ഒരു ട്രെൻഡ് കയറി വരുന്നുണ്ട്. അതിന് ലതയ്ക്ക് എന്താ പ്രതികരിക്കാനുള്ളത്? അല്ല, ലതയ്ക്ക് ജോലിക്ക് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടില് അച്ഛനായിട്ട് കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ എനിക്കും ശശിയേട്ടനൊക്കെ പിന്നെയും കുറച്ചുകൂടെ ഇതുണ്ട്. പക്ഷെ ചേച്ചി, അമ്മ, ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ ആ ഒരു പിടിവാശിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അച്ഛന്റെ അഭാവത്തിൽ ശശിയേട്ടന് പെർമിഷൻ ഉണ്ടെങ്കിൽ ലതയ്ക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗോപേട്ടൻ വീട്ടിലിരുന്നോണ്ട് കൊപ്ര കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ വലിയ കാസ്റ്റ്, വലിയ പ്രൊഡക്ഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തൊക്കെ തന്നെ വല്ലാത്തൊരു കോൺഫിഡൻസ്, പിന്നെ ഒരു രീതിയിൽ പുറത്തു വിടാത്ത വളരെ രഹസ്യ സ്വഭാവമുള്ള ക്യാമ്പയിൻ ഐഡിയ. അപ്പോ അബദ്ധം പറ്റും, അബദ്ധങ്ങൾ പറ്റിയാണല്ലോ നമ്മൾ പലതും പഠിക്കുന്നത്. അബദ്ധങ്ങൾ പറ്റിയിട്ടാണ് പലപ്പോഴും പല വലിയ വിജയങ്ങളും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു വിജയകഥയാവട്ടെ ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഇനി പറഞ്ഞ പോലെ ബാക്കിയുള്ള കേരള നടനവും ചക്കരക്കൂത്തും നങ്ങ്യാർകൂത്തും ഒക്കെ അവിടെ കിടക്കുകയാണ് വേക്കൻ്റ് ആയിട്ട്. കൊങ്ങിണിയും മണിപ്പൂരിയൊക്കെ. ആ ഒരു ഏരിയയിലേക്കൊക്കെ ചിന്ത കൃഷ്ണദാസ് മുരളിയുടെ പോട്ടെ. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.